കാണുമ്പോൾ തന്നെ നാവില് വെള്ളം ഊറുന്ന ഒരു ഐറ്റമാണ്. ചോറിൻ്റെ കൂടെ ഇത് മതി. അതിനായിട്ട് ഞാൻ നല്ല നാടൻ ചാള വില കുറച്ച് കിട്ടിയപ്പോൾ വാങ്ങിച്ചായിരുന്നു. അപ്പോൾ അത് കഴുകി വൃത്തിയാക്കി ഞാൻ ഈ കാണിക്കുന്ന പോലെ ചെറുതായിട്ട്, നമുക്ക് മീൻ വെട്ടാൻ കത്രിക ഉണ്ടെങ്കിൽ അതാണ് എളുപ്പം കേട്ടോ. ഇതുപോലെ ഒന്ന് കഷ്ണിച്ചെടുക്കാം. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് മസാല എല്ലാം ആഡ് ചെയ്യാം കേട്ടോ. അതായത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കുറച്ച് വേണമെങ്കിൽ കുറച്ച് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പൊ വെള്ളത്തിന്റെ ആവശ്യമില്ല, നമ്മൾ കഴുകി പ്രത്യേകിച്ച് അതിൽ തന്നെ കുറച്ച് വെള്ളം കാണും. അപ്പൊ ഈ ഒരു മസാല നമുക്ക് അരമണിക്കൂർ വെക്കാം. ഇത് കഴിഞ്ഞിട്ട് നമുക്കിനി നമ്മുടെ കുക്കിങ്ങിലോട്ട് പോകാം. അപ്പോൾ എല്ലാരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ. അപ്പൊ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ ഇതുപോലുള്ള വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഞാൻ കൊണ്ടുവരുന്നതാണ് ഗൈസ്. അപ്പൊ ഇതേ ചട്ടിയൊക്കെ അടുപ്പിൽ വെച്ചിട്ട് നമ്മുടെ നാടൻ വെളിച്ചെണ്ണയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നമ്മുടെ കോക്കനട്ടിന്റെ നല്ല നാടൻ വെളിച്ചെണ്ണ. അപ്പോൾ ചിലര് നല്ലെണ്ണയിൽ ഉണ്ടാക്കും. ഇപ്പൊ നമുക്ക് ഈ മീൻ വറുത്ത് കോരാനാണ്, അതുകൊണ്ടാണ് ഞാൻ ഈ എണ്ണ എടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ച് വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് ചാള വറുക്കാനായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത് കുറേശ്ശെ നമുക്ക് വറുത്തെടുക്കാം, ഒരുമിച്ച് ഇടണ്ട. ഒരു 2-3 സ്റ്റെപ്പായിട്ടാണ് ഞാൻ വറുത്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. അപ്പൊ എല്ലാരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കിത് ഈ ചട്ടിയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് കോരി വയ്ക്കാം. അങ്ങനെ ഞാൻ എല്ലാം വറുത്ത് ഇതുപോലെ കോരി മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതാണ് ഈ കാണുന്നത്. ഇതെല്ലാം ഇങ്ങനെ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. അപ്പോ അതിൽ ബാക്കി കുറച്ച് ഓയിലേ ഉള്ളൂ. അപ്പൊ ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു വെളിച്ചെണ്ണ എത്തിന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അതിലോട്ട് കടുക് ഇട്ട് കൊടുക്കാം. പിന്നെ ഈ കാണുന്ന സാധനങ്ങളെല്ലാം നമുക്ക് അതിലോട്ട് ഇടാനുള്ളതാണ്. ആദ്യം നമ്മൾ കടുക് ഒന്ന് നന്നായിട്ട് പൊട്ടി വരുമ്പോഴത്തേക്കും, പേടിയുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ദൂരോട്ട് മാറി ഇന്നോട്ടോ. പിന്നെ 2 കഷ്ണം കറിവേപ്പില ഇട്ട് കൊടുത്ത് നീളത്തിന് അരിഞ്ഞു വെച്ചിട്ടുള്ള വെളുത്തുള്ളിയാണ്. പക്ഷെ നമുക്ക് നമ്മള് ചാള അച്ചാറല്ലേ ഉണ്ടാക്കുന്നത്. അപ്പൊ അച്ചാറിന്റെ ഇടയ്ക്ക് നമുക്ക് വെളുത്തുള്ളി ഇവിടെ കടിക്കാൻ കിട്ടുന്നത് നല്ലതല്ലേ. പിന്നെ എന്റെ കായ അലിഞ്ഞു പോയി കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു സ്പൂണിൽ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പൊ കായപ്പൊടി ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്താലും മതി. ലാസ്റ്റ് ആഡ് ചെയ്താൽ മതി കായപ്പൊടിയാണെങ്കിൽ. ഇപ്പൊ നമുക്ക് ഇത് ഇത്രയും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം കേട്ടോ. എന്നിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കാര്യം നമ്മൾ ചാളയിൽ ഓൾറെഡി നമ്മൾ ഉപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ആ ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ അതിനാവശ്യമായിട്ടുള്ള പാകത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. നമ്മുടെ ഈ മാങ്ങാച്ചാറിനെ പോലെ ഒരുപാട് ഉപ്പൊന്നും ആഡ് ചെയ്യരുത് കേട്ടോ, ഇനി നല്ല ഉപ്പായി പോവും. അപ്പോൾ കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ വീണ്ടും കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഒന്ന് മൂപ്പിച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ തീ ഒന്ന് കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ പിന്നെ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ വിനാഗിരി ഒഴിക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മള് അച്ചാറല്ലേ, നമുക്ക് ഒത്തിരി ദിവസം ഇരിക്കണ്ടേ, അതുകൊണ്ട് വേണ്ടിയിട്ടാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ചാള വറുത്തതും കൂടെ അതിലോട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാമേ. അപ്പൊ നമുക്ക് തീയൊക്കെ ഓഫ് ചെയ്തിട്ട് വേണം ഇതൊക്കെ ചെയ്യാൻ. അപ്പൊ ഇപ്പൊ തന്നെ നല്ലൊരു മണമാണ് കേട്ടോ, ആ ഇഞ്ചിയും വെളുത്തുള്ളിയും ആ ഒരു ഇതൊക്കെ. അപ്പൊ നിങ്ങളൊക്കെ വിചാരിക്കുകയും ഈ ചാളയുടെ മുള്ളൊക്കെ നമ്മുടെ വായില് കുത്തത്തില്ലേ എന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നുമില്ല കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഇത് കാണുമ്പോഴേ എനിക്കാണെങ്കിൽ വായിക്കൂടെ വെള്ളമാണ് കേട്ടോ കഴിക്കാനായിട്ട്. അപ്പൊ നല്ല ചൂട് ചോറുണ്ടായിരുന്നേ. ഞാനിത് ഉണ്ടാക്കിയതിന്റെ ഉദ്ദേശമേ അതാണ്, നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഈ ഒരു അച്ചാറും കൂടെ കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ തന്നെ ഞാൻ ഓടി കേട്ടോ, ചോറൊക്കെ എടുത്തോണ്ട് വന്ന് ഇതിൽ നിന്ന് കുറച്ച് അച്ചാറും കൂടെ കൂട്ടി കഴിച്ചു കേട്ടോ. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് ചോറിനോട് വേറെ ഒരു കറിയും വേണ്ട കേട്ടോ, വെറും ചോറ് മാത്രമേ ഉള്ളൂ. ഇന്ന് മീൻ വണ്ടി വന്നില്ല, മീനില്ല എന്ന് പറയുന്ന കൂട്ടുകാരൊക്കെ ഇതുണ്ടാക്കി വെച്ചോ കേട്ടോ.